പരിസേയനും ചുങ്കക്കാരനും തങ്ങൾ നീതിമാന്മാരാണെന്ന് വിചാരിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. രണ്ടുപേർ പ്രാർത്ഥിക്കാനായി ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ പരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. പരിസേയൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതവുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യവും ഉപവസിക്കുന്നു. എൻ്റെ സാമ്പത്തികത്തിന് കൃത്യമായി ദശാംശം കൊടുക്കുന്നു. എന്നാൽ ഈ ചുങ്കക്കാരനാവട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാർത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായി എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ പരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. 5 അപ്പം 5000 പേർക്ക്. യേശുവിന്റെ വാക്കുകൾ കേൾക്കുവാനായി ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചിരുന്നു. അവരുടെ മേൽ അവന് കരുണ തോന്നി. അവർക്കിടയിൽ രോഗികളെ അവൻ സുഖപ്പെടുത്തി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവനോട് പറഞ്ഞു: ഇതൊരു വിജന സ്ഥലമാണ്, നേരം വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങുവാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു: അവരെ പറഞ്ഞയക്കേണ്ട നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അവർ മറുപടി പറഞ്ഞു: 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു: അതെടുത്ത് കൊണ്ടുവരിക. ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിലിരിക്കാൻ കൽപ്പിച്ചതിനു ശേഷം യേശു ആ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവരത് ജനങ്ങൾക്ക് വിളമ്പി. ഏവരും ഭക്ഷിച്ചു തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. കടലിനു മീതെ നടക്കുന്നു. ജനക്കൂട്ടത്തെ പിരിച്ചു വിടുമ്പോഴേക്കും തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ജനങ്ങളെ പറഞ്ഞയച്ച ശേഷം അവൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാൻ മലമുകളിലേക്ക് പോയി. പ്രാർത്ഥന കഴിഞ്ഞ് രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിനു മീതെ നടന്നു വരുന്നത് കണ്ട് ശിഷ്യന്മാർ ഭയചകിതരായി നിലവിളിച്ചു. അവൻ പറഞ്ഞു: ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. പത്രോസ് അവനോട് പറഞ്ഞു: കർത്താവേ, അങ്ങാണെങ്കിൽ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ കൽപ്പിക്കുക. വരൂ, അവൻ കൽപ്പിച്ചു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റാഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു: കർത്താവെ, രക്ഷിക്കണമേ. യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് ചോദിച്ചു: അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞു. പത്രോസിന്റെ വിശ്വാസം. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു: ദൈവപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? സ്നാപക യോഹന്നാൻ എന്നും ജെറമിയ എന്നും ഏലിയ എന്നും പ്രവാചകരിൽ ഒരുവനെന്നുമെല്ലാം ജനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിച്ചു: ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു: നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ്. യേശു പറഞ്ഞു: പത്രോസേ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തരുന്നത്. പത്രോസേ, നീ പാറയാകുന്നു. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. യേശുവിന്റെ രൂപാന്തരീകരണം. യേശു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ ശിഷ്യരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ വെച്ച് അവന് രൂപാന്തരീകരണമുണ്ടായി. അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി, വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി ശിഷ്യന്മാർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു: കർത്താവേ, നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം.
ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനൊരു സ്വരമുണ്ടായി: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് കേട്ട ശിഷ്യന്മാർ ഭയവിഹ്വലരായി കമഴ്ന്നു വീണു. യേശു അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു: എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല.